മോദിജി ചാടും, മേലത്തുള്ള ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചു, ഇതോ മോദിജി ഏറ്റവും മേലുണ്ട്. അവിടുന്ന് പിടിവിട്ട് താഴെ വീണ് ചന്തിയും കൂട്ടി താഴെ ഒറ്റ വെക്കില്ല അപ്പട്ടേ എന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് ഗോതി മീഡിയയും ഈ പറഞ്ഞ ഒരു മലനാടന്മാരും നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നില്ല. ലോകത്ത് പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ഏറ്റവും എളുപ്പമുള്ളത് സംഘികളാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൃസംഗികളും മുസംഗികളും എച്ചിലുകളും ഒക്കെ ഇവന്മാരെങ്ങനെ പറ്റിച്ച് ഇവന്മാർക്ക് ഇച്ചിരി സുഖം കൊടുക്കുന്ന അല്ല അന്ധഭക്തത നിറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഈ പാവങ്ങൾ അങ്ങ് വെക്കും. പിന്നെ ഈ പാവങ്ങളായിക്കോളും അതുമ്മ കിടന്ന് മെഴുകി തോറ്റ് അപ്പിട്ടിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ശരിക്കും മുതലെടുക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ കൃസംഗി യൂട്യൂബേഴ്സും മുസംഗി യൂട്യൂബേഴ്സും പിന്നെ എച്ചിൽ യൂട്യൂബേഴ്സും ഒക്കെ കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഇവർക്ക് അറിയാം എങ്ങനെ കൊടുക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ അതിലിങ്ങ് ചാടി വെക്കും, ആ ചാണത്തിലോട്ട് വീണ് അതിൽ കിടന്ന് മെഴുകിക്കോള് സംഘികൾ എന്നറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇവന്മാരത് മുതലെടുക്കുന്നതും. ഞാൻ ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടിട്ട് ഒരു വലിയ ഒരു കൃസംഗി ഇട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. ഇതാട്ടോ പോസ്റ്റ്. മോദിയുടെ ബെസ്റ്റ് ടൈം, വലിയ വില ട്രംപ് കൊടുക്കും, എണ്ണ ഇന്ത്യ കൊണ്ടുവരും. മോദിയുടെ ബെസ്റ്റ് ടൈമാണ്, വില ട്രംപ് കൊടുത്തോളും, ഇന്ത്യ മൊത്തം എണ്ണയായിട്ട് വന്നോളും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട സംഖ്യ എന്ത് വിചാരിക്കും? എൻ്റെ മോദിജി, എൻ്റെ വിശ്വഗുരു, എൻ്റെ വിശ്വചക്കഗുരു എന്തൊക്കെ ചെയ്യുന്നത്. പുള്ളിനെ കൊണ്ട് ഒരു രക്ഷയില്ല. പുള്ളി കംപ്ലീറ്റ് വില ആര് കൊടുക്കും? ട്രംപ് കൊടുക്കും. ട്രംപ് കൊടുത്തിട്ട് നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവരും. അപ്പം ഞാനിതൊന്ന് കേട്ട് നോക്കി, എന്താണ് ഇപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ടായോ? അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് ഒരടി കൊടുക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 100 മണ്ടക്കിട്ട് നമ്മുടെ മോദിയുടെ മണ്ടക്കിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ട്രംപ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മോദിക്കിട്ട്, അതായത് മോദിക്ക് എന്നെ പേടിയാണ്, അല്ലെങ്കിൽ മോദി എന്നെ ഹാപ്പി ആക്കാൻ എന്തും ചെയ്തോളും എന്ന് പറഞ്ഞ ട്രംപിനെ നമ്മൾ കേട്ടു. അപ്പം എവിടെയാണ് ഇപ്പൊ ഇങ്ങനെ സംഭവം? അങ്ങനെ ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതായത്